ചിയർ ഗേൾസ് വേണ്ട എന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ പാർലമെന്റിൽ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിയർ ഗേൾസ് വേണോ, അല്ലെങ്കിൽ അതിന് ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ എന്താണ് ക്രിക്കറ്റിന് ഗുണമുണ്ടാകുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതൊരു ഷോ ആണ്. ഷോ ആകുമ്പം കളി മാത്രം മതിയാവില്ല. ചിയർ ഗേൾസ് വേണ്ടി വരും, നൈറ്റ് പാർട്ടി വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. നേരത്തെ അനന്തപത്മനാഭൻ പറഞ്ഞത് ഈ കാര്യത്തിൽ വളരെ വാല്യൂഡ് ആയ ഒരു പോയിൻ്റാണ്. 3 വർഷം മുമ്പ് രവി ശാസ്ത്രി നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന പ്ലെയേഴ്സിനും അവരുടെ കുടുംബത്തിനും ഈ രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കണം എന്നൊരു അഭിപ്രായം ഉന്നയിച്ചിരുന്നു. അതായത് കൂടുതൽ കാശ് പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ എത്തിപ്പെടുമ്പോൾ അതുവഴി ഈ കളിക്കാരുടെ ക്യാരക്ടറിൽ നശിച്ചു പോകാനും അവർ കളിയിൽ നിന്ന് തന്നെ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അവരുടെ ശേഷി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കളിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങളെയും വിളിച്ച് ക്ലാസ് കൊടുക്കണമെന്ന് രവിശാസ്ത്രി 3-4 വർഷം മുമ്പ് ആവശ്യപ്പെട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് ഒരു നടപടിയും ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. സോണി പറയുന്നത് സോണിയെ പോലുള്ള ഒരാളെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. കാശ് കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ കളിയിൽ നിന്ന് അകന്നു പോകില്ല. പക്ഷേ സോണിയെ പോലെ അല്ല എല്ലാവരും പുതിയ ക്രിക്കറ്റേഴ്സ് പലരും, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള പല പ്ലെയേഴ്സും കാശ് വല്ലാതെ കയ്യിൽ വരുമ്പോൾ പലപ്പോഴും അവരുടെ ഒരു ലെവൽ നഷ്ടപ്പെട്ടു പോവുകയും കളിയോട് തന്നെ അകന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മളിപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ലീഗിനെ മുൻനിർത്തിയാണ്, അതിനെ മാതൃകയാക്കിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന് ഘട്ടം ഘട്ടമായി ഒരുപാട് ക്ലാസ്സുകളുണ്ട്. മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പണം കൂടുതൽ കിട്ടുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആരാധകരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വളരെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പഴയ താരങ്ങളും അതോടൊപ്പം ഈ പ്രൊഫഷണൽസും വന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് അതിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് വിദേശത്ത് നിന്ന് വരുന്ന, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ് ഒരു ഇന്ത്യൻ പ്ലെയറെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനുള്ള വ്യത്യാസം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയറെ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ ഇൻ്റർവ്യൂ തരാൻ പറ്റില്ല, ഞങ്ങൾ ടീം മാനേജർ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ മീഡിയ മാനേജർ അടുത്ത് ചോദിക്കണം, അതില്ലാതെ ഞാൻ ഇൻ്റർവ്യൂ തരുന്നത് ഒരു റൂൾ ബ്രേക്ക് ചെയ്യുകയാണെന്ന് ഏത് പ്ലെയറും പറയും. പക്ഷേ അതേസമയം നമ്മൾ മീഡിയ മാനേജർ വഴി പോവുകയാണെങ്കിൽ കൃത്യമായി ഇൻ്റർവ്യൂ കിട്ടും, പറഞ്ഞു പറ്റിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി വരും, ഇൻ്റർവ്യൂ തരും, തിരിച്ചു പോകും. പക്ഷേ അതേ സമയത്ത് ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഡ്വൈസറുടെ ആവശ്യമുണ്ട്. തീർച്ചയായും ആവശ്യമാണത്. കാരണം നമുക്കറിയാം, ഒന്നുമില്ലായ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മധ്യവർഗ്ഗ കുടുംബത്തിൽ നിന്നോ പെട്ടെന്ന് കാശ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കാശ് ഒരു പയ്യന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാശ് വരുമ്പോൾ സ്വാഭാവികമായും അതെങ്ങനെ സൂക്ഷിക്കണം, അതെങ്ങനെ ചെലവഴിക്കണം, അല്ലെങ്കിൽ ഇത് കാശിനെ കാശായും കളിയെ കളിയായും കാണാൻ എന്ത് ചെയ്യണം, ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥ കളിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വളരെ കൃത്യമായ രീതിയിൽ ട്രെയിനിങ് വേണം. ക്യാരക്ടർ വലിയൊരു ഘടകമാണ് ഒരു കളിക്കാരനെ നിർണ്ണയിക്കുന്നത്. അത്ര വലിയ ടാലൻറ്റ് ഇല്ലാത്തൊരു പ്ലെയറും നല്ല ക്യാരക്ടറുള്ള ക്രിക്കറ്റ് പ്രത്യേകിച്ചും പ്ലെയർ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ഒരുപാട് പ്ലെയേഴ്സിനെ നമുക്കതിന് ഉദാഹരണമായിട്ട് രാഹുൽ ദ്രാവിഡ് എന്നൊരു പ്ലെയറുടെ ക്യാരക്ടർ ഇത്ര വലിയൊരു ബാറ്റ്സ്മാൻ്റെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, അതിൽ ഒരു സംശയവും വേണ്ട. അതേസമയത്ത് രാഹുൽ ദ്രാവിഡിനോളം തന്നെ ടാലൻ്റുള്ള പ്ലെയേഴ്സ് വിനോദ് കാംബ്ലിയും സച്ചിൻ തെണ്ടുൽക്കറേയും നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. രണ്ടുപേരും ഒരേ സമയത്ത് വന്നു, ഒരേ സാഹചര്യത്തിൽ വന്നു. വിനോദ് കാംബ്ലി എത്ര ഉയരത്തിലേക്ക് പോയി, സച്ചിൻ എത്ര ഉയരത്തിലേക്ക് പോയി. വിനോദ് കാംബ്ലി പറയുന്നു സച്ചിൻ ലിഫ്റ്റിൽ മുകളിലോട്ട് കയറിപ്പോയ ആളാണെന്ന്. പക്ഷെ അതിനുള്ള കാരണം സച്ചിന് കിട്ടിയ ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് ആളുടെ ക്യാരക്ടർ തന്നെയായിരുന്നു, കളിയോടുള്ള സമീപനം തന്നെയായിരുന്നു. കളിയുടെ ഒരു അടിസ്ഥാന നിയമങ്ങൾ മാത്രമല്ല, കളിക്കാരുടെ ഒരു ക്യാരക്ടർ സ്വാധീനിക്കാനും IPL പോലുള്ള വളരെ ഇൻസ്റ്റൻറ്റ് ഫെയിം നൽകുന്ന കളികൾക്ക് കഴിയുന്നുണ്ടോ? അത് ക്രിക്കറ്റിൻ്റെ ലൈഫ് ക്രിക്കറ്റിൻ്റെ ഗ്രൗണ്ട് മാത്രമല്ല, അതിൻ്റെ പുറത്തുമുണ്ട്. ആസ് എ ക്രിക്കറ്റർ കളിക്കുമ്പോൾ അയാളുടെ ക്യാരക്ടർ ആ ടീമിൻ്റെ കൂടെ എങ്ങനെ പോകുന്നത്, പബ്ലിക്കിൽ അയാൾ എങ്ങനെ മൂവ് ചെയ്യുക, പിന്നെ ഈ ഇൻസ്റ്റൻറ്റ് ഫെയിം പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യുകയാണ്, പിന്നെ ഫെലോ കോമ്പറ്റീറ്റേഴ്സ് ക്രിക്കറ്റേഴ്സിനോട് എങ്ങനെ പെരുമാറുന്നത്, എല്ലാം കൂടെയാണ്. അപ്പോൾ ക്രിക്കറ്റ് ടെക്നീക്ക്, ബേസിക് ടെക്നീക്ക് മാത്രമല്ല, പക്ഷേ അതിനെ കൂടെ തന്നെ നമ്മൾ നല്ലൊരു മോറൽ വാല്യൂസ്, എസ്പെഷ്യലി ക്രിക്കറ്റിംഗ് വാല്യൂസ്, ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പറയില്ലേ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല, ഇപ്പോൾ കുറവാണ്. ഇൻക്ലൂഡിങ് ഈവൻ കോച്ചസിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് കുറവാണ്. അപ്പോൾ അത് ബേസിക് വാല്യൂസ്, മോറൽ വാല്യൂസ് നമ്മളത് പഠിപ്പിക്കണം. അതിൽ സ്പെഷ്യലി സീനിയർ ക്രിക്കറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ അനന്തനെ പോലെ സീനിയർ ക്രിക്കറ്റേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺസ് ആണ് അനന്തൻ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും അവരെ. നമുക്ക് പുതിയ തലമുറ ചോദിക്കാം, ചിയർ ഗേൾസിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു IPL സങ്കല്പിക്കാൻ കഴിയുമോ? ഈ കേരളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാ പ്ലെയേഴ്സും പ്ലേയിങ് 11 ഉണ്ടാവുമോ ഇല്ലേ എന്ന് നമ്മളൊരു ആദ്യമായിട്ടൊരു കാര്യം നോക്കണം. അപ്പോൾ ചിയർ ഗേൾസിൻ്റെ കാര്യം പറയില്ല. ചിയർ ഗേൾസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്കാരത്തിന് ചേർന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ, അത് ഇന്ത്യൻ സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ല. നമ്മളെല്ലാവരും തന്നെ ചിയർ ഗേൾസിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ നമ്മളത് കാണുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ആണ്. ഇപ്പോൾ ചിയർ ബോയ്സ് ആയാലും നമ്മളെല്ലാവരും കാണും. എന്താ വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചിയർ ബോയ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും കാണുന്നത്. ഇപ്പോൾ ചിയർ ഗേൾസ് ആണോ എന്ന് തന്നെ ഇല്ല. അത് സമ്മർ റിസോൾട്ട് അതുപോലുള്ള കാര്യങ്ങൾ, ഒരു ബോയ് അവിടെ കിടന്ന ഇപ്പോൾ 4 ബോയ് ഗ്രൂപ്പ്
അവിടുന്ന് കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണാറുണ്ട്. ഈ പറയുന്ന എല്ലാവരും തന്നെ നമ്മൾ പല സദസ്സുകളിലും ഡാൻസ് കാണാൻ പോകാറില്ല. പക്ഷെ നല്ലതാണെങ്കിൽ ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണെങ്കിൽ നമ്മളെല്ലാവരും വാച്ച്, അത് ബോയ്സ് ആയാലും ശരി ഗേൾസ് ആയാലും ശരി. ഇതൊരു വലിയ വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫെയിം കിട്ടുന്ന ഒരു സ്ഥിതിയിലോട്ട് നമ്മുടെ പുതിയ കളിക്കാർ ആദ്യമായിട്ട് നാഷണൽ ടൂർണമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ഇതുപോലെ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ആ ഒരു ദിശാബോധം അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് കേരളത്തിലെ കളിക്കാർക്ക്. തീർച്ചയായും വേണം. കാരണം ഇവർക്ക് അതിനു മുമ്പ് ഈ ആകെ ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു ശ്രീശാന്താണ് അവരുടെ സമകാലികനായി അവർക്ക് ഉള്ള ഇത്തരം പരിചയങ്ങളുള്ള ഒരാൾ. അപ്പോൾ മറ്റ് ടീമുകളേക്കാൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രത്യേക വലിയ ഒരു സ്ഥലത്തേക്ക് വലിയ ഒരു ക്യാൻവാസിലേക്ക് അവരെ എത്തിപ്പെടുകയാണ്. അപ്പോൾ അതിന് അവർക്ക് നല്ല അഡ്വൈസ് വേണം. അവരെ പ്രൊഫഷണലായി സപ്പോർട്ട് ചെയ്യാൻ KCA എന്തായാലും തയ്യാറായേ മതിയാകും. അവരെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് KCAക്ക് ഉണ്ടാകണം. പ്രൊഫഷണലായി സപ്പോർട്ട് ചെയ്യണം. അവരെ ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കിട്ടുന്ന ഈ പ്രശസ്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ചോദിച്ച പോലെ എത്ര പേര് പ്ലേയിങ് 11 ഉണ്ടാകും, കൂടുതൽ പേര് ഉണ്ടാവട്ടെ. കാരണം നന്നായി കളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തഴഞ്ഞു മാറ്റി നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ അതാത് സ്റ്റേറ്റിൽ നിന്നുള്ളവരെ അതും ടീമിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കൊച്ചി ടീമിലെ എല്ലാ മലയാളികളൊന്നും കളിച്ചിട്ടൊന്നുമില്ല. ഡയർ ഡെവിൾസ്, നൈറ്റ് റൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പേരിടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആക്രമണോത്സുകത, ജെന്റിൽമാൻ ഗെയിമാണ് എന്നൊന്നും നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. ഇതത്ര ജെന്റിലൊന്നും ആയിരിക്കത്തില്ല കാര്യങ്ങൾ. നമ്മൾ ജെന്റിലായിട്ട് പോകാൻ വേണ്ട അഡ്വൈസ് നമ്മുടെ കളിക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് നാഷണൽ 11 എത്തുമ്പോഴും ബാറ്റ്സ്മാൻമാർ മാത്രമേ എത്തുകയുള്ളൂ. ബാറ്റ്സ്മാൻമാർക്ക് മാത്രം പ്രാധാന്യമുള്ളൊരു കളിയല്ലേ യഥാർത്ഥത്തിൽ IPL? തീർച്ചയായിട്ടും IPL മാത്രമല്ല, ക്രിക്കറ്റ് തന്നെ ആക്ച്വലി ബാറ്റ്സ്മാൻസ് ഗെയിം തന്നെയാണ്. അതിലിപ്പോൾ റൂള് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഇതിലുള്ള ലോസ് എന്ന് പറഞ്ഞാൽ LBW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റമ്പിൽ ലെഗ് സ്റ്റൈലിൻ്റെ വെളിയിൽ പിച്ച് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ ഔട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ പല മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ 1% ഞാനിപ്പോൾ ഒരു അമ്പയറാണ്, നമ്മുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ 1% ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ബാറ്റ്സ്മാൻ്റെ ഫേവറബിളായിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പം ഡെഫിനറ്റായിട്ടും അത് ഈ ഗെയിം തന്നെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റ് ആയാലും വൺ ഡേ ആയാലും അല്ലെങ്കിൽ IPL ആയാലും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണികൾ നോക്കുമ്പോൾ 11 പേരും കൂടെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന മാതിരത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ധാരണയിലായിരിക്കും ഈ ലോ മേക്കേഴ്സ് ഇത് അങ്ങനെ ഉണ്ടാക്കിയത്. അത് തീർച്ചയായിട്ടും IPL മാത്രമല്ല എല്ലാ ലെവൽ ക്രിക്കറ്റിനും ബാറ്റ്സ്മാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞത് ഇത് ബാറ്റ്സ്മാൻ്റെ കളിയാണ്. വൺ ഡേ ക്രിക്കറ്റിൽ ഇപ്പോൾ 5 പേരകത്ത് വേണം, അല്ലെങ്കിൽ 30 യാർഡ് സർക്കിളിൽ 5 പേരകത്ത് വേണം. ഓരോ നിയമങ്ങളും പുതിയ നിയമം, നോ ബോൾ എറിഞ്ഞാൽ ഫ്രീ ഹിറ്റാണ്, അതിൽ എന്ത് ഔട്ടായാലും കുഴപ്പമില്ല. അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ എന്നെപ്പോലുള്ള ബോളേഴ്സിന് ഈ കളി മടുക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ 30 റണ്ണൊക്കെ അടിക്കുന്നത് വളരെ സാധാരണമായിക്കൊണ്ട് ക്രിസ് ഗെയിലിനെ പോലുള്ള ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഫീൽഡേഴ്സ് മാത്രം പുറത്ത്, വൈറ്റ് ബോൾ സ്വിങ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിവേഴ്സ് സ്വിങ് ചെയ്യാനുള്ള സാധ്യതയില്ല. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഒരു ഓവറിൽ 14 റണ്ണ് ജയിക്കാൻ വേണ്ട സമയത്തും വളരെ എളുപ്പം ബാറ്റ്സ്മാനെ ഫേവർ ചെയ്താണ് എപ്പോഴും ആ റിസൾട്ട് നിൽക്കുന്നത്. അതിൽ നന്നായിട്ട് ഒരു ഓവർ എറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പോലും ആ ബൗളർ ആ മാച്ചിനെ ജയിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബൗളറിനും ഈക്വൽ ചാൻസസ് ഉണ്ട്. 4 ഓവർ 20 റണ്ണിന് ഒരു വിക്കറ്റ് എടുത്താൽ പോലും അതൊരു മാച്ച് വിന്നിങ് സ്പെല്ലാവാനുള്ള സാധ്യത ഒരു 6 റണ്ണോ 7 റണ്ണോ കൊടുക്കുന്ന ഒരു മോശം ഓവർ ആവുന്നില്ല IPL-ലോ അല്ലെങ്കിൽ 2020 ക്രിക്കറ്റിലോ. അപ്പോൾ തീർച്ചയായിട്ടും ബൗളേഴ്സിന് ഒരു മനസ്സ് തകർന്നു പോകേണ്ട ആവശ്യമില്ല, പക്ഷേ അവരുടെ മനസ്സിൻ്റെ കട്ടി കുറച്ച് കൂട്ടണം. NS മാധവൻ ഹിഗ്ഗിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കഥ വന്നു. അതൊരു ഗോളിയുടെ ആത്മസംഘർഷങ്ങളായിരുന്നു. ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിൽക്കുന്ന ഗോളിയെ പലപ്പോഴും ഞാനും നോക്കിയിട്ടുണ്ട്. കാരണം ടീമിലെ 10 ആളുകളും ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. അയാളിങ്ങനെ നിൽക്കുകയാണ്, വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് വിധി തീരുമാനിക്കണം. അപ്പോൾ ഈ ഗോളിമാരുടെ ഒരു ആത്മസംഘർഷം വളരെ വലുതായിരുന്നു. ആ സ്ഥിതിയിലേക്ക് വരികയാണ് IPL ബൗളർ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചാടുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അനന്തരൻ അറിയാം, ഏതെങ്കിലും ഇത് പറഞ്ഞാൽ യോർക്ക് എറിഞ്ഞു നോക്കാം, അത് അടിക്കുമല്ലോ, അവൻ ഏത് ഷോട്ടാണ് കളിക്കുന്നതെന്ന് അറിയാം. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചാടുക എന്നുള്ളത് അത് തന്നെയാണെന്ന് തോന്നുന്നു ബോളേഴ്സ് ഇപ്പോൾ ചെയ്യുന്നത്.